ആസ്ഥാനത്ത് നിന്നുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മൾ ഇനിയുള്ള മണിക്കൂറുകളെല്ലാം കാണാൻ പോകുന്നത്. ഈ ദൃശ്യം KPCC അധ്യക്ഷൻ നിയുക്ത മന്ത്രി പ്രാർത്ഥനകളോടുകൂടി കൂടി തുടങ്ങുകയാണ്. അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ, അദ്ദേഹം നല്ലൊരു തുടക്കം രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹം പുതുമുഖമാണ്, ഇത്രയധികം സീനിയറായ മുതിർന്ന ഒരു നേതാവാണെങ്കിലും ക്യാബിനറ്റിലെ ഒരു പുതുമുഖം, അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും. പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തുടങ്ങുന്നു. കൂടെയുള്ളത് കുടുംബാംഗങ്ങളാണോ? പല നേതാക്കളും ഇങ്ങനെ നല്ല ഒരു തുടക്കമായി തന്നെ ഈ ദിവസം അങ്ങനെ ആരംഭിക്കാൻ പോകുന്നു അല്ലേ? തീർച്ചയായും റോഷി, അങ്ങനെ തന്നെയാണ്. KPCC അധ്യക്ഷനും നിയുക്ത മന്ത്രിയുമായ സണ്ണി ജോസഫ് സത്യപ്രതിജ്ഞാ ദിവസം രാവിലെ ഇപ്പോൾ കുടുംബസമേതം പാളയം പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം കുർബാനയിൽ ഇപ്പോൾ പങ്കുചേരുന്നുമുണ്ട്. കഴിഞ്ഞ 4 തവണയായി അദ്ദേഹം MLA ആകുന്നുണ്ടെങ്കിൽ പോലും ഇതാദ്യമായിട്ടാണ് അദ്ദേഹം മന്ത്രിയാകുന്നത്. സ്വാഭാവികമായും KPCC അധ്യക്ഷനാകുന്നു, അതിന് പിന്നാലെ അദ്ദേഹം മന്ത്രിയാകുന്നു. അതും ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്ന് തന്നെ കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നീ പ്രത്യേകതകളുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട മുഖമാണ്. മാത്രവുമല്ല അത്തരത്തിൽ നിയമരംഗത്തടക്കം വലിയ പ്രാവീണ്യമുള്ള ആളാണ്. അദ്ദേഹം ഒരു മന്ത്രിപദത്തിലേക്ക് എത്തുന്നു. മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു മന്ത്രി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. സ്വാഭാവികമായും വലിയ സന്തോഷത്തിലാണ് കണ്ണൂരുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളൊക്കെ തന്നെ. എന്തായാലും നേരത്തെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് വിജയത്തിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിപദം ഉറപ്പിച്ചതാണ്. അത്തരത്തിൽ അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാകും. അത് ആര് മുഖ്യമന്ത്രിയായാലും അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായതാണ്. എന്തായാലും റവന്യൂ വകുപ്പ് അടക്കം അദ്ദേഹത്തിന് ലഭിച്ചേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് 6 മണിക്ക് മുൻപ് തന്നെ അദ്ദേഹം കുടുംബസമേതം പാളയം പള്ളിയിലേക്ക് എത്തി. അദ്ദേഹം ഇപ്പോൾ കുർബാനയിൽ പങ്കുചേരുകയാണ്. അതിനുശേഷം അദ്ദേഹം തിരിച്ച് വസതിയിലേക്ക് പോകും. അതിനുശേഷം ഏതാണ്ട് 10 മണിയോട് കൂടിയായിരിക്കും അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി, ഏതാണ്ട് 9:30 കൂടിയായിരിക്കും അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുക. രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ട് സണ്ണി ജോസഫ് തുടങ്ങുകയാണ്. നിയുക്ത മന്ത്രിയാണ് അദ്ദേഹം. ഇനി നമ്മൾ അടുത്ത കാഴ്ചയിലേക്ക് പോകുന്നു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, ഒരുപാട് പേർ ലക്ഷം പിന്നാലെ എന്നുള്ളൊരു രാഷ്ട്രീയ വാചകമുണ്ടല്ലോ, അതുപോലെ ആയിരിക്കുമല്ലോ ഇന്ന് ഒഴുകിയെത്തുന്ന ആളുകൾ. അപ്പോ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ മുതലൊക്കെ വന്നിറങ്ങുന്ന ആളുകൾ ഉണ്ടാവും. കുറെ പേർ ഇന്നലെ വന്നിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ TV പ്രസാദ് പലരോടും സംസാരിക്കുന്നുണ്ടായിരുന്നു. രാവിലെ വന്ന് തമ്പടിച്ചവരൊക്കെ ഉണ്ട്.